ഹായ് പറഞ്ഞ അപ്പോൾ ഞാൻ ഷോജിയാണ് ഖത്തറിൽ നിന്നാണ്. അപ്പോൾ ഞാൻ AC ഫീൽഡിൽ ഒരുപാട് കാലമായി ഇതിൻ്റെ ഫീൽഡിൽ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ AC എങ്ങനെ കൂളിങ് കൂട്ടാം, എങ്ങനെ നമുക്ക് വണ്ടിക്ക് കംപ്ലൈൻ്റ് ഇല്ലാതെ എങ്ങനെ വണ്ടിക്ക് കൂളിങ് കൂട്ടി കൊടുക്കാം, എങ്ങനെ കൂട്ടി കൊടുക്കാമെന്ന് ഇതിപ്പോൾ ഞാനിവിടെ ആദ്യം ഫസ്റ്റ് ഞാനൊരു പരീക്ഷണം നടത്തിയത് വണ്ടി എന്ന് പറയുന്നത് കാൻഡറാണ്. കാൻഡറിൻ്റെ കംപ്രസർ എല്ലാ വണ്ടിയിലും അടിച്ചു പോകില്ലായിരുന്നു. അടിച്ചു പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്രസർ നിൽക്കാറില്ല, ഒരു വണ്ടിക്കും കാൻഡറിൻ്റെ കംപ്രസർ നിൽക്കാറില്ല. അപ്പോൾ അതിന് കമ്പനി വരുമ്പോൾ അതിന് ആകെ ഒരു ചെറിയൊരു കണ്ടൻസറും അതുപോലെ തന്നെ തല്ലാജ ഒറിജിനലും അതുപോലെ കംപ്രസർ ഒറിജിനലും ഈ ഐറ്റം എല്ലാതും ഒറിജിനലാണ്. കമ്പനി വരുമ്പോൾ അത് നിൽക്കുന്നുണ്ട്, പക്ഷേ രണ്ടാമത് പണിയെടുക്കുമ്പോൾ അത് നിൽക്കണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ പ്രഷർ കൂടുക, അതുപോലെ തന്നെ കംപ്രസർ അടിച്ചു പോവുക. കൂടിയെന്നുണ്ടെങ്കിൽ 2 മാസം നിൽക്കും കംപ്രസർ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടിച്ചു പോകും. അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് നോക്കിയപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ പ്രഷർ കൂടി പോകണം ഈ സാധനത്തിന്. കാൻഡറിൻ്റെ എല്ലാം ഹൈ പ്രഷർ 300-ന് മേലെ പോകണം ഉച്ചയ്ക്ക് പിടി. അപ്പോൾ നമ്മൾ ചിന്തിക്കണത് എന്തിട്ടാ, അതിനെ മറികടക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഹൈ പ്രഷറിനെ മറികടക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആലോചിച്ചപ്പോൾ നമുക്ക് എന്തായാലും ഒറിജിനൽ വാങ്ങിച്ച് നമുക്കത് ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒറിജിനലിന് ഈ സാധനത്തിന് നമ്മൾ ഈ മിസ്ബുഷിയുടെ സാധനത്തിന് ഒരുപാട് പൈസയാണ്. അപ്പോൾ അതിനെ മറികടക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഹൈ പ്രഷറിനെ കുറച്ചാൽ മാത്രമാണ് അത് കൂളിങ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഉദാഹരണമാണ് പറയുന്നത് കൂളിങ് കൂട്ടാനായിട്ട്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റും, ഈ ഹൈ പ്രഷർ എങ്ങനെ മറികടക്കാൻ പറ്റും. ഹൈ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ കൂളിങ് വരുന്നുള്ളത് എനിക്കറിയാം. ഹൈ പ്രഷർ 200-ൽ വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഐസ് പോലെയാവുന്നുള്ളത് എനിക്കറിയാം. പക്ഷേ അതെങ്ങനെ കുറയ്ക്കും, അപ്പോൾ നമ്മൾ പണി പഠിക്കുന്ന കാലത്താണ് കേട്ടോ. പണി പഠിച്ച് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു 2008 ആ ടൈമിലെപ്പടിയാണ്. അപ്പോൾ അതിനെങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റും ഈ ഹൈ പ്രഷറിന്. അപ്പോൾ അത് നോക്കിയപ്പോൾ നമുക്ക് ഹൈ പ്രഷർ കുറയ്ക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസിനെ വീണ്ടും തണുപ്പിക്കണം. കംപ്രസറിൽ നിന്ന് വരുന്ന ഗ്യാസിനെ ഈ കണ്ടൻസർ കൊണ്ട് നടക്കണില്ലേ, ഈ തിജാരി കണ്ടൻസർ കൊണ്ട് നടക്കണില്ലേ. അപ്പോൾ ഈ കംപ്രസറിൽ നിന്ന് വരുന്ന ഗ്യാസിനെ വീണ്ടും തണുപ്പിക്കാൻ നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ചു വന്ന ഒരു ഐഡിയയാണ് ഏത്, 2 കണ്ടൻസർ വയ്ക്കുക എന്നുള്ളത്. റേഡിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി. അങ്ങനെയാണ് നമ്മൾ ആദ്യം മുതൽ ഈ പരീക്ഷണം നടത്തുന്നത്. റേഡിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഈ കണ്ടൻസർ വയ്ക്കണത്, റേഡിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ കണ്ടൻസർ വേറൊരു എക്സ്ട്രാ കണ്ടൻസർ കംപ്രസറിൽ നിന്ന് വരുന്ന ലൈൻ റേഡിയേറ്ററിൻ്റെ അവിടെ എക്സ്ട്രാ വയ്ക്കുന്ന കണ്ടൻസറിലേക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് ഒരു ഇതെടുത്തിട്ട് മറ്റേ